ഇടതു കക്ഷം ഒരു പുനർചിന്തനം. ഇടതു കക്ഷം പാ വേണ്ടടുത്ത് കാ വേണ്ടടുത്ത് കൂ. ഇക്കണക്കിന് താനൊക്കെ കുഞ്ഞിക്കണ്ണൻ കമ്പോസ് ചെയ്ത് എന്താ ഓടൂ അശ്ലീലം. മരമൈത്താണ്ടികള്. ശേഖരൻ. ആരാടാ അവിടെ? എടാ ആരാണ് ചോദിച്ചത്? നിന്നെ ഞാൻ. ആരാടാ അവിടെ? ആരാന്ന്? ആഹാ, ഈ ദേവു അല്ലാതെ വേറെ ആരാ മാഷ ഇവിടെ? എന്താടാ? പൊക്കോ. അതെ, അവിടെ നിക്ക. പല പല തവണയായി ഞാൻ നിന്നോട് താക്കീത് ചെയ്യുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ ചൂളം കുത്താൻ പാടില്ല പാടില്ല. കുട്ടിയെ, ഇതൊരു പത്രം ഓഫീസാണ്. അതെ, ഇവിടെ ആരോടും ബഹുമാനം ഇല്ലാച്ചാ വേണ്ട. പക്ഷെ ഒക്കേറ്റിനും സാക്ഷിയായിട്ട് തലയ്ക്ക് മുകളിൽ ദാ ഒരാളിരിപ്പുണ്ട്. അതെങ്കിലും വേണം ഒരു വിചാരം. മാഷ് ഇതൊന്ന് വായിച്ചേ. എന്താ? എന്തിനാ വായിക്കും മാഷേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഉണ്ടെന്ന്. എന്തോന്ന് സ്വാതന്ത്ര്യം? ചൂളമടിക്കാനുള്ള സ്വാതന്ത്ര്യം. അതെ, ദാ മാഷിനെ പോലുള്ള മൂരാജികൾ നിത്യം ഇതിങ്ങനെ ഒരു 100 ആവർത്തി വായിച്ചാ മതി. ഒക്കെ ഭേദാവും. എന്തോന്ന് ഭേദാവും? സൂക്കേട്. ദാ ഇങ്ങനെ ഓരോരോ ദുർവിചാരങ്ങൾ തോന്നണില്ലേ മാഷ്ക്ക്? അത് ഭേദാവുന്ന്. കഷ്ടം, മഹാപാപം. പെൺകുട്ടികളെ കണ്ടാൽ ദുർവിചാരോ? എനിക്കോ? എന്റെ കൃഷ്ണ, അമ്പാടിക്കണ്ണ. ദേ എപ്പോ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ. ചുമ്മാതല്ല മാഷ്ക്ക് ആ തിരുമാലിയെ പോലെ എപ്പോഴും ഓരോരോ വേണ്ടാധീനങ്ങൾ തോന്നണേ. അതെ മാഷേ, നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ രാമരാമാന്ന് ജപിച്ച് പഠിക്കണം. എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കൂ. എന്തായാലും ശരി, മേലിൽ നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം ആഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. അല്ലാതെ പുറത്തിറങ്ങി പോലീസിനോടും പട്ടാളത്തിനോടും ഒന്നും വേണ്ട, കേട്ടല്ലോ. നല്ല ഉപദേശം. അല്ല, നാക്ക് തെളിയുന്നതിന് മുമ്പേ പോലീസ് പുല്ലാണേന്ന് വിളിച്ചു പോവാൻ പഠിപ്പിച്ചവര് തന്നെ പറയണം ഇപ്പൊ ഈ നല്ല കാര്യങ്ങള്. നിന്നോട് വാദിച്ച് ജയിക്കണമെങ്കിൽ ഞാൻ ഇനിയും ബനാറസിൽ പോയി രണ്ടാമതൊന്നുകൂടെ നിയമം പഠിച്ചോണ്ട് വരണം. ഇടതുപക്ഷം പുനർചിന്തനം. ആഭ്യന്തരമന്ത്രിക്ക് അവിഹിത താല്പര്യം. ഇതിപ്പോ എല്ലാം കൂടെ ശേഖരൻ ഏതാണ്ട് കൽപ്പിച്ചു കൂട്ടിയ മട്ടുണ്ടല്ലോ. കൽപ്പിച്ചു കൂട്ടിയിട്ടായാലും ഇല്ലേലും ഈയിടെയായിട്ട് ഒരു ഇത്തിരി യെല്ലോ കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ശേഖരജിയുടെ ജാഗ്രതയില്. ഇല്ലേ മാഷേ? വേണ്ട, ഒന്നും മിണ്ടല്ല. കുട്ടി കുട്ടി ഒന്നവിടെ നിന്നേ. ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു ഭഗവാനെ. അല്ല, മാധവേട്ടൻ കുട്ടിയെ? ഇല്ലില്ല, മാധവേട്ടൻ കുട്ടി അന്വേഷിച്ചില്ല. ഇപ്പൊ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ. അല്ല, അത് ഞാൻ. അതെ, എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞ് ശീലിക്കലേ കുഞ്ചൂസേ. ഇടയ്ക്കേ എന്തെങ്കിലും ഇത്തിരി ഒന്ന് മാറ്റി പറയണം. അങ്ങോട്ട് മാർക്കേ. അകത്ത് ഏതാണ്ട് ചർച്ച നടക്കുന്ന, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ. ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര പെഗ്ഗായി കാണും ചർച്ച? അത് ഞാൻ കുഞ്ചൂസ് പറഞ്ഞില്ലേ മോളാ. പക്ഷെ ഇടയ്ക്ക് വിളങ്ങ് മറന്നുപോകും ഇതൊരു പത്രം ഓഫീസാന്ന്. അങ്ങനെ ഇപ്പൊ ആരും വെറുതെ കുട്ടിയുടെ പുറത്ത് കുറ്റം ചാരണ്ട. ഇവൾക്ക് ഇത് പത്രം ഓഫീസും അല്ല വീടും അല്ല. ഇതിങ്ങനെ മുട്ടയെ നീന്തുന്ന പ്രായത്തിലേ പത്രം ഓഫീസിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ ശേഖരൻ. പിന്നെ ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചതും ഭക്ഷണാക്കിയതും ഞങ്ങളാ ചില്ലറ തന്നെയാ, അല്ലാണ്ട് കുട്ടിയുടെ ദോഷമല്ല. അല്ലേ മോളെ? പറഞ്ഞത് ഓർമ്മ വേണം. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു വേണം തന്റെ ഓരോ നീക്കങ്ങളും. പാവാടയുടെ മണം. എന്തിന്റെ? പാവാട റമ്മിന്റെ മണന്ന്. എന്നിട്ട് എവിടെയായിരുന്നു ഇന്നിന്റെ ചുറ്റിസഞ്ചാരം പകല് മുഴുവൻ? പ്രസ് ക്ലബ്, ലൈബ്രറി, റൂട്ടീൻ. പിന്നെ ഈ സാരിയുടെ തലപ്പൊക്കെ ഇങ്ങനെ വാരി പോച്ച് നടക്കുന്ന ഒരു വിശുദ്ധ വനിതയല്ലേച്ചാ, ഒരു മാലാഖ. മാലാഖേ? മാലാഖ. എന്താ നേരെ? ഒന്നുമില്ല. എന്നിട്ട് അവരുമായിട്ട് അഭിമുഖം. ശരിക്കും എൻ എക്സ്പോസിംഗ് വൺ. തുടക്കത്തിന് ഷീ വാസ് നൈസ്. പക്ഷെ ഒടുക്കം
ഇപ്പൊ സർക്കാർ ചെലവില് ഇരിക്കാൻ ഒരു സിംഹാസനവും പിന്നെ ചുറ്റിയടിക്കാൻ ചുവന്ന ബോർഡ് വെച്ചൊരു സ്റ്റേറ്റ് കാറും കൂടെ കിട്ടിയപ്പോ അഭയ ടീച്ചർ ശരിക്കും ഒരു സൈലന്റ് വാലി ആയി പോയില്ലേ എന്ന് രണ്ട് കൽപ്പിച്ചൊരു ഒറ്റ ചോദ്യം. മോന്ത നോക്കിയാണ്ട് പറ്റിച്ച് തന്നില്ലാന്നേ ഉള്ളൂ. ബട്ട് ഷീ ത്രൂ മീ ഔട്ട് ലിറ്ററലി. പത്രാധിപരൊന്ന് വന്ന് കാണണായിരുന്നു. മൂക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചുമന്നിട്ട് നല്ല ശരിക്കും വട്ടിളകിയ അമ്മയ്ക്ക്. that is she, a celebrated writer but a committed hypocrite. സൂക്ഷിച്ചോണം. Indian Airlines announces the arrival of IC434 from Mumbai. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം. ചേട്ടാ വാങ്ങാൻ ജനങ്ങളുടെ പത്രം. ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. കൊച്ചി കായൽ വിമാനജലം അപകടപരമോ കൊലപാതകമോ? വാങ്ങാൻ ജനങ്ങളുടെ പത്രം. Passengers bound to Delhi by IC539 security check. Thank you. Indian Airlines announces the arrival of IC434 from Mumbai. ഓ അയാൾ അതിനിടയില് എടോ പന്നാലാൽ എയർപോർട്ട് എത്തി. Passengers ആ bound to വായിക്കാം Delhi ജനങ്ങളുടെ by പത്രം. ജാഗ്രത, ജനങ്ങളുടെ പത്രം IC539 വായിക്കാം. to go through കൊച്ചി security കായൽ check. വിമാനജലം, Thank you. കൊച്ചി കായൽ വിമാനജലം അപകടപരമോ കൊലപാതകമോ? ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. ആ വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം വായിക്കാം. കൊണ്ടുപോയി ചെക്കിങ് ചെയ്തു. ആർക്കും വായിക്കാം. ജാഗ്രത, ജനങ്ങളുടെ പത്രം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടമരണമോ കൊലപാതകമോ? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? കൊച്ചി കായൽ വിമാനജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? ആ വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം. ആ വരുന്നു, ജാഗ്രത വരുന്നു. വായിക്കാം. കൊച്ചി കായൽ വിമാനജലം. വാങ്ങണം സാർ. ഏതാടാ പത്രം? ജാഗ്രത സാർ. കൊച്ചി കായൽ വിമാനജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടമരണമോ അതോ കൊലപാതകമോ? ആ വായിക്കാം. അപകടമരണമോ അതോ വേണ്ട സാർ. ഇന്നാടാ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന്. എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ. വിശ്വനാഥൻ. പന്നി നിക്കവിടെ. എന്റെ സൈക്കിൾ. പത്രം, എന്റെ പത്രം. അടിച്ചതിന്റെ എടുത്ത് മാറ്റണം. Your attention please. Indian Airlines announces the arrival of flight IC1. എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ അവന്റെ ഞാൻ ഇതൊന്ന് വാരി എടുത്തോട്ടെ. മാറ്റാൻ പറഞ്ഞ പുറത്തുള്ളൂടാ. കഷ്ടമുണ്ട് സാറേ. ഞാൻ എന്നെ തെറ്റ് കേട്ടാ നിങ്ങൾ എന്നെ. പട്ടി വിസ്തരിക്കുന്നോടാ. അവന്റെ അമ്മയുടെ അയ്യോ സാറേ, എടുത്ത് മാറ്റണം. സാറേ എന്റെ പത്രം. സാറേ 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 വേണ്ട സാറേ. അയ്യോ വേണ്ട സാറേ, എന്റെ പത്രം സാറേ. അവന്റെ ചെലക്കുന്നോടാ. നിന്റെ ഉമ്മാക്ക് ഇടവണ കിടന്ന് മെഴുകാന്. എന്റെ ഉമ്മാരെ പറഞ്ഞോണ്ടല്ലോ. നിന്റെ ഉമ്മാനെ പറഞ്ഞ നീ എന്തേ ചെയ്യണം? ഏതവളാണ് നിന്റെ ഉമ്മ? എഴുന്നേക്കണം, എഴുന്നേക്കണം. Sir, please stop it. Rascal, ആരാടാ നീ? പറയണം. Officer, please. കൈ എടുക്കണം. ആരാടാ ഇവൻ? പറയണം. ആരാടാ ഇവൻ? ആരാടാ ഇവൻ നിന്റെ? മാറി നിൽക്കണം. പറയണം. ഇവൻ നിന്റെ തന്തയോ അതോ നിന്റെ ഉമ്മയുടെ മറ്റേ? Stop. No.
മതിയെ തോമസ് നിർത്താൻ. പ്ലീസ് പ്ലീസ് മിസ്റ്റർ നന്ദനല്ലേ? നന്ദഗോപാൽ. മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി അല്ലേ? എന്ത് തെമ്മാടിത്തരമാണോ നീ കാണിച്ചത്? സാർ ഞാൻ ഈ റാസ്കൽ ഇവിടെ കിടന്ന് 12 മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ്. അതിനിപ്പോഴും തൂത്തൊളിപ്പിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? സാർ ഞാൻ റിപ്പോർട്ട് മൈ ഓഫീസ്. സാർ ബാക്കിയുള്ളവൻ ഒരുത്തനായിട്ട് അവന്റെ അല്ല ഓർമ്മ കാണും, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിൽ നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ. അല്ല ഇതിപ്പോ ഇവിടെ എങ്ങനെ? ഓ വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റിൽ. അതെങ്ങനെ അറിഞ്ഞതായിരിക്കല്ലേ? അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. പരിചയം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേബിച്ചനാ പറഞ്ഞേ ഗോൺ ടു ചെന്നൈ വിൽ റിട്ടേൺ ടുഡേ എന്ന്. ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു. വാ വന്നാട്ടെ. ഒന്ന് വായിച്ചോളൂ. കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ, പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം, അതായത് 1974. അന്ന് ഞാൻ ബോംബെയിലുണ്ട് ഒരു മർഡർ കേസിന്റെ ട്രയൽ. അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാന്തരം മുഖപ്രസംഗം. മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക ഗസ്റ്റ് എഡിറ്റോറിയൽ ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. ഹോ എന്താ അതിന്റെ ഒരു ഭാഷ, എന്താ ഭാഷയുടെ ഒരു ശക്തി. ദാണ്ട കണ്ടില്ലേ? ദേ ചുമ്മാ വെറുതെ ഒന്ന് ഓർക്കുമ്പോഴേ എനിക്കെന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്താ മിസ്റ്റർ നന്ദൻ? ഏയ് ഒന്നുമില്ല. പറയണം. ലെറ്റ്സ് ഷെയർ ദി ജോക്ക്. വെൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് മിസ്റ്റർ സഭാപതി, എനിക്കൊരൊറ്റ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അത് മറാഠ ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായിക്കിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോ I was just a small boy of 8 years. But that was in 1971. So, 71-ൽ കൊല ചെയ്യപ്പെട്ടയാള് 74-ൽ എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ വായിച്ച് രോമം എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ it sounds like back scratching. Yes. ഹലോ വരാ പറ. എന്തൊരു ഓർമ്മപ്പശകന്റെ തമ്പുരാനെ, കഷ്ടം. So, this suggests a truce. രമ്യത അല്ലേ? അത് പിന്നെ ആർക്കും ഒരു പരാതിയുമില്ല എന്നൊരു ഒത്തീർപ്പല്ലാതെ. യെസ് കമിൻ. ഐ മീൻ മിസ്റ്റർ നന്ദൻ ഇഷ്യൂവിൽ വെറുതെ അൺനെസസറി ആയി ചാടിക്കയറി ഇടപെട്ട് പോയി സ്ഥിതിക്ക് നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. Why? അല്ല അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കയറി തല്ലി എന്നുള്ളതും കൂടെ കണക്കാക്കുമ്പോ Yes? അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങള്. ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക് മിസ്റ്റർ നന്ദനെയും തേടി ചെറുക്കനെയും കൂടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടോട് ഇടിച്ച്. നിർത്തോ മിസ്റ്റർ നന്ദൻ. Now stop it. Just stop blabbering like a two-bit squeezer. അയ്യോ അല്ല, ഞാൻ വെറുതെ നന്ദൻ കോടതി കയറി ഇറങ്ങിയിട്ട് നാണക്കേട് വേണ്ടെന്ന് കരുതിട്ടാ. Come on, Mr. സഭാപതി. ഇത്തിരി ഇല്ലാത്ത ഈ നരന്തിനെ നട റോഡിലിട്ട് തല്ലിച്ചതച്ച നിങ്ങളുടെ ഈ തെമ്മാടി ഓഫീസറുടെ മോന്ത അടച്ച് ഇനി ഒരു 4 എണ്ണം കൂടെ പൊട്ടിക്കേണ്ടി വന്നാലും ശരി, I won't be ashamed and I will only be too proud of what I do. പ്ലീസ് പ്ലീസ് മിസ്റ്റർ നന്ദൻ, ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. Get lost you. എടാ കുഞ്ഞു മക്കളെ, നിന്റെ കൂടി ഭാവി നന്മ കരുതിയിട്ടാ സാറ്. ഒന്ന് പറഞ്ഞടാ പ്ലീസ് മിസ്റ്റർ നന്ദൻ. പൊന്നും കൂടം പോലത്തെ എന്റെ ഒറ്റ മോളാണ് സത്യം. ഇതിപ്പോ നിങ്ങളെ പോലെ ഒരാൾ ഇടപെട്ട സ്ഥിതിക്ക് പത്രക്കാർ ഓരോന്ന് എഴുതി പിടിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്ന പേര് ദോഷം. പിന്നെ മേലാവ് എന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ഒക്കെ കൂടി ഞാൻ സൂപ്പിലായി പോകും. എന്റെ പൊന്നു സാറ് പ്ലീസ് ഇതൊന്നും പോയിച്ചിട്ട് പോ. മിസ്റ്റർ സഭാപതി, എന്തോ ഈ കഴുത കുങ്കുമം ചോക്കുന്ന പോലെ നിങ്ങൾ തോളെ ചോന്നു നടക്കുന്ന ഈ 3 അക്ഷരം ഉണ്ടല്ലോ, IPS, ഇതിന്റെ മുഴുപ്പ് കണ്ട് ഭയന്നിട്ടല്ല, നിങ്ങളുടെ ഈ വഴിവഴുത്ത ഡിപ്ലോമസി കണ്ട് കാല് വഴുതിയിട്ടുമല്ല, ബട്ട് ഫോർ ദിസ് ഹാപ്ലെസ് ഇൻഒഫെൻസീവ് ബോയ്. ഇവനെ പിന്നെ ഇതിന്റെ പേരിൽ കോടതി കയറ്റാനും ടോമന്റ് ചെയ്യാനും ഒന്നും നിങ്ങളുടെ ഈ മുട്ടാളന്മാർക്ക് മേലിലൊരു അവസരം ഉണ്ടായിരുന്നു കരുതിയിട്ട് മാത്രം. ജസ്റ്റ് ഫോർ ദാറ്റ് വൺ സിംഗിൾ റീസൺ ഐ ആം ആക്സെപ്റ്റിംഗ് ദിസ്. ഓക്കെ, ടേക്ക് ഇറ്റ്. താങ്ക് യു സർ.